രാഷ്ട്രീയമായും ഭരണപരമായുമുള്ള തീരുമാനത്തിൻ്റെ ഇച്ഛാശക്തിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ സർക്കാരും ഇന്നെടുത്തിരിക്കുന്നത്. അതാണ് പ്രധാനം. ആർജവമോടെ ഭരണപരമായ തൻ്റെ അടുത്തോടെ തീരുമാനങ്ങൾ എടുക്കേണ്ട സമയത്ത് എടുക്കുന്നു എന്നതാണ് ഏതു ഭരണാധികാരിയെയും അതീവ പ്രസക്തമായി ജനങ്ങളുടെ മുന്നിൽ തലയുയർത്തി നിൽക്കാൻ പ്രേരിപ്പിക്കുന്നത്, പ്രാപ്തനാക്കുന്നത്. അങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ട സന്ദർഭങ്ങളിലൊക്കെ എടുത്തു കാണിച്ച ഭരണാധികാരിയാണ് കഴിഞ്ഞ 9 വർഷം കേരളം ഭരിച്ച പിണറായി വിജയൻ എന്ന് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ എതിരാളികൾ പോലും സമ്മതിക്കും. കേരളത്തിൻ്റെ പുതിയ സംസ്ഥാന പോലീസ് മേധാവി രവാഡ ചന്ദ്രശേഖരനോട് ആർക്കാണ്, എന്തിനാണ് ഇത്ര വിരോധം എന്ന ചോദ്യം ചോദിക്കാതെ ഈ ദിവസം കടന്നുപോയിക്കൂടാ. കാരണം അദ്ദേഹത്തെ സംസ്ഥാന പോലീസ് മേധാവിയായി തീരുമാനിച്ച മന്ത്രിസഭാ യോഗത്തിൻ്റെ തീരുമാനം വന്ന തൊട്ടുപിറകെ മുതൽ രവാഡ ചന്ദ്രശേഖരനെ കൂത്തുപറമ്പ് വെടിവെപ്പിൻ്റെ പ്രഥമവും പ്രധാനവുമായ ഉത്തരവാദിത്വം നിർവഹിച്ച ആൾ എന്ന് മുദ്രകുത്തിയുള്ള ആക്രമണം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. CPM നേതാവ് പി ജയരാജൻ്റെ മാധ്യമങ്ങളോടുള്ള ഒരു വർത്തമാനം അതിന് ആക്കം കൂട്ടുകയും ചെയ്തു. പി ജയരാജൻ പറഞ്ഞ പശ്ചാത്തലവും അതിൻ്റെ വിശദാംശങ്ങളും പരിശോധിക്കാതെ രവാഡ ചന്ദ്രശേഖരനെ സംസ്ഥാന പോലീസ് മേധാവി ആക്കിയത് ശരിയായില്ല എന്ന് അദ്ദേഹം പറഞ്ഞു എന്ന മട്ടിൽ പ്രചരിക്കുകയാണ്. നമുക്ക് കാര്യത്തിൻ്റെ ആഴത്തിലേക്ക് പ്രാഥമികമായെങ്കിലും പോയാൽ മനസ്സിലാവുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, 1994 നവംബർ 25 കുപ്രസിദ്ധമായ കൂത്തുപറമ്പ് വെടിവെപ്പിൻ്റെ ഉത്തരവാദിത്വം ഒന്നാമതായോ രണ്ടാമതായോ രവാഡ ചന്ദ്രശേഖരനല്ല. അദ്ദേഹം അന്ന് ജൂനിയറായ പുതുതായി ചുമതലയേക്ക് മാത്രം ചെയ്തിരുന്ന ദിവസങ്ങളായിട്ടുണ്ടായിരുന്ന ഒരു ASP മാത്രമായിരുന്നു. അന്നത്തെ SP K പത്മകുമാറിന് പോലും ആ സംഭവത്തിൽ നേരിട്ട് ഉത്തരവാദിത്വം ഉണ്ടായിരുന്നില്ല എന്ന് പിന്നീട് വ്യക്തമായതാണ്. ഉത്തരവാദിത്വം വഹിച്ച ഉദ്യോഗസ്ഥൻ ആരാണ് എന്ന് ഹക്കീം ബത്തേരിയുടെ പേരുൾപ്പെടെ അന്വേഷിച്ചവരും മാധ്യമങ്ങളും കേരളവും കണ്ടെത്തിയതുമാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഇന്ന് നമ്മൾ ഇനി പോകേണ്ടതില്ല എന്ന് തോന്നുന്നു. പക്ഷേ രവാഡ ചന്ദ്രശേഖരനെ തീരുമാനിച്ച UPSCയുടെ, അതായത് മന്ത്രിസഭാ യോഗം പരിഗണിച്ച UPSC ലിസ്റ്റിലെ 3 പേരിൽ നിന്ന് തമ്മിൽ ഭേദം രവാഡ ചന്ദ്രശേഖറാണ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രിസഭാ യോഗത്തിൽ പറഞ്ഞതായി ഒരു വാർത്ത വന്നിട്ടുണ്ട്. അത് ശരിയാണോ ഇല്ലയോ എന്ന് മുഖ്യമന്ത്രി പറയും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ വയ്യ. അത് നിഷേധിക്കും എന്നും പ്രതീക്ഷിക്കാൻ വയ്യ. അത്തരം പല വാർത്തകളോടും അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ മൗനം കൊണ്ടായിരിക്കും പ്രതികരിക്കുക. പക്ഷേ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യമുണ്ട്. 3 പേരുടെ ഒരു പട്ടിക തുല്യനിലയിൽ വരുമ്പോൾ അതിൽ നിന്ന് തങ്ങൾക്ക് ഏറ്റവും കുഴപ്പമില്ലാത്ത ആൾ എന്ന് രാഷ്ട്രീയമായും ഭരണപരമായും പലവട്ടം ആലോചിച്ചിട്ടായിരിക്കും ആ തീരുമാനമെടുത്തത്. അങ്ങനെ വരുമ്പോൾ തമ്മിൽ ഭേദപ്പെട്ട ആൾ എന്ന് രവാഡ ചന്ദ്രശേഖരനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്യാബിനറ്റ് മീറ്റിങ്ങിൽ വിശേഷിപ്പിച്ചോ ഇല്ലയോ എന്നതിനൊക്കെ പ്രസക്തം അങ്ങനെ ഈ സർക്കാർ കരുതുന്നുണ്ടോ ഇല്ലയോ എന്നാണ്. കരുതുന്നുണ്ടാവണം എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം എന്ന് തോന്നുന്നു. അങ്ങനെയെങ്കിൽ ആ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന മറ്റു 2 പേർ എന്തുകൊണ്ട് മാറ്റി നിർത്തപ്പെട്ടു എന്ന ചോദ്യം ഉയരും. മാറ്റി നിർത്തപ്പെട്ടിട്ടില്ല എന്നാണ് മറുപടി. അവർ 2 പേരും സംസ്ഥാന പോലീസിൽ പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ തന്നെ ഉണ്ടായേക്കാം. അവർ തുടരുകയും ചെയ്യും. സംസ്ഥാന പോലീസിൽ നിന്ന് തന്നെ അവർ വിരമിക്കുകയും ചെയ്യും. അവർ മാറ്റി നിർത്തപ്പെടുകയല്ല ചെയ്തത്. അവരിൽ ഒരാൾ സ്വാഭാവികമായും സംസ്ഥാന പോലീസ് മേധാവിയായി മാറുകയാണ് ചെയ്തത്. അത് UPSC ലിസ്റ്റിൽ നിന്ന് അങ്ങനെ ഒരു തീരുമാനമെടുക്കാനുള്ള അധികാരവും അവകാശവും സംസ്ഥാന സർക്കാരിൽ നിക്ഷിപ്തമാണ്. നിതിൻ അഗർവാളിൻ്റെയും യോഗേഷ് ഗുപ്തയുടെയും രാഷ്ട്രീയ നിലപാടുകൾ, അവർ സംഘപരിവാർ അനുകൂലികളാണ് എന്ന് സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്ന പ്രചരണങ്ങൾ, അവരുടെ രാഷ്ട്രീയ നിലപാടുകളുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ ഉത്കണ്ഠയും
അവരെ പരിഗണിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതിൽ രണ്ടാമതൊന്നുകൂടി ആലോചിക്കാനുള്ള തീരുമാനമൊക്കെ ഇനിയുള്ള ദിവസങ്ങളിൽ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യട്ടെ. ആരെയും വ്യക്തിപരമായി അധിക്ഷേപിക്കുകയോ ആരുടെയെങ്കിലും വ്യക്തിപരമായ ഇൻറ്റഗ്രിറ്റിയെ മുറിവേൽപ്പിക്കുകയോ ചെയ്യാതെ ഇത്തരം ചർച്ചകൾ തുടരുകയും ചെയ്യട്ടെ. ഇന്ന് നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യം നിതിൻ അഗർവാളും യോഗേഷ് ഗുപ്തയും അല്ല, രവാഡ ചന്ദ്രശേഖറാണ് കേരളത്തിൻ്റെ പുതിയ പോലീസ് മേധാവി എന്നുള്ളതാണ്. അങ്ങനെ ഒരാളെ, അതായത് 2016 മേയിൽ ഒന്നാമതായും 2021 മേയിൽ രണ്ടാമത് തുടർഭരണവും, അങ്ങനെ 9 വർഷമായി കേരളം ഭരിക്കുന്ന CPM നയിക്കുന്ന LDFനും മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിൻ്റെ കൂടി ചുമതലയുള്ള മുഖ്യമന്ത്രി പിണറായി വിജയനും കൃത്യമായി ധാരണയില്ലാതെ കാര്യകാരണ വിശദാംശങ്ങളോടെ അല്ലാതെ അങ്ങനെ തീരുമാനമെടുക്കും എന്ന് വിചാരിക്കാൻ വയ്യ. കാരണം അവർ TP സെൻകുമാറിനെ ഒരു തവണ DGP സ്ഥാനത്ത് നിന്ന് രായ്ക്ക് രായ്മാനം മാറ്റി കൈപൊള്ളിയ അനുഭവമുള്ളവരാണ്. അത് പറയാതെ പോയിട്ട് കാര്യമില്ല. അങ്ങനെ പോയ ഘട്ടത്തിൽ TP സെൻകുമാർ അപ്പീൽ പോയി, അതിനെതിരെ സുപ്രീം കോടതിയിൽ പോയി. അദ്ദേഹം നിയമനം വാങ്ങിക്കൊണ്ട് തിരിച്ചു വന്ന് ചുമതലയേറ്റത് സംസ്ഥാന സർക്കാരിന് അന്ന് മോശമായി പോയതും ശരിയാണ്. സെൻകുമാറിന് പകരം ലോക്നാഥ് ബെഹ്റയെ 1 മാസം മാത്രമാണ് ആദ്യഘട്ടത്തിൽ നമുക്ക് DGP ആയി കിട്ടിയത്. സെൻകുമാർ വന്ന് 10 മാസം വീണ്ടും DGP ആയി ഇരുന്നിട്ട് വിരമിച്ചു. 2017 ജൂലൈ 31 വിരമിച്ച ശേഷമാണ് വീണ്ടും ലോക്നാഥ് ബെഹ്റ DGP ആവുന്നത്. അതിനുശേഷം ഇങ്ങോട്ട് ബെഹ്റയ്ക്ക് ശേഷം അനിൽകാന്ത് വന്നു. അനിൽകാന്തിന് ശേഷം ഇപ്പോൾ ദർവേഷ് സാഹിബ് DGP ആയി ഇന്ന് വിരമിച്ചു. സംസ്ഥാന സർക്കാരിന് സെൻകുമാറിൻ്റെ കാര്യത്തിൽ കൈപൊള്ളി എന്ന് പറയുന്ന തുടർച്ചയായ ഒരു കാര്യം കൂടി പറയണം. സെൻകുമാർ മാറിപ്പോയിരിക്കുന്നു, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല അദ്ദേഹം എന്ന് നിയമസഭയിൽ UDFൻ്റെ മുഖത്ത് നോക്കി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞതിൻ്റെ കാമ്പും കഴമ്പും പിന്നീട് സെൻകുമാറിൻ്റെ നാവിലൂടെ തന്നെ പലവട്ടം പുറത്തു വന്നു. അദ്ദേഹം ഇപ്പോഴും ആ സംഘപരിവാർ അനുകൂല നിലപാടുകൾ തന്നെയാണ്. അപ്പോൾ ആദ്യം കൈപൊള്ളിയെങ്കിലും ആ നിലപാട് ശരിയായിരുന്നുവെന്ന് കാലം തെളിയിച്ചു. ഫലത്തിൽ പിണറായി വിജയനും ആഭ്യന്തര വകുപ്പും CPM-ഉം LDF സർക്കാരും DGP-മാരുടെ കാര്യത്തിൽ, പോലീസിലെ അഴിച്ചുപണികളുടെ കാര്യത്തിൽ, സംസ്ഥാന ആഭ്യന്തര വകുപ്പിനെ ആര് നയിക്കണം, പോലീസിൽ നിന്ന് ആര് നയിക്കണം, തലപ്പത്താരിക്കണം, ക്രമസമാധാന ചുമതലയുള്ളവർ ആരായിരിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നതിൽ എടുക്കുന്ന കൃത്യമായ നിലപാടുകൾ ശരിയായിരുന്നുവെന്ന് പല ഘട്ടങ്ങളിലൂടെ തെളിയിച്ച് ജനങ്ങളുടെ കയ്യടി നേടിയാണ് തുടർഭരണത്തിൻ്റെ അവസാന ഘട്ടത്തിൽ നിൽക്കുന്നത്. അത് പറയാതിരുന്നിട്ട് കാര്യമില്ല. കാരണം രവാഡ ചന്ദ്രശേഖർ അടുത്ത 1 വർഷം കൂടി സാധാരണഗതിയിൽ സംസ്ഥാന പോലീസ് മേധാവിയായി തുടരും. മൂന്നാമതും LDF സർക്കാർ തന്നെയാണ് വരുന്നതെങ്കിൽ രവാഡ ചന്ദ്രശേഖരന് 1 വർഷം കൂടി നീട്ടിക്കിട്ടാൻ സാങ്കേതികമായി നിയമപരമായി തടസ്സങ്ങളൊന്നുമില്ല. അങ്ങനെയെങ്കിൽ അദ്ദേഹം 2 വർഷം സംസ്ഥാന പോലീസ് മേധാവിയായി തുടരും. എന്തിനാണ് 1994 ഒരു വെടിവെപ്പിൻ്റെ പേരിൽ എന്നിപ്പോൾ നിസ്സാരമായി കാണുകയല്ല, ആ രക്തസാക്ഷികളെ അവമാനിക്കുകയുമല്ല, ആ രക്തസാക്ഷിത്വങ്ങൾ കേരളത്തിൻ്റെ സാമൂഹിക ചരിത്രത്തെ ഉഴുതുമറിച്ചതിനെ വിസ്മരിക്കുകയുമല്ല. പക്ഷേ 2025 രവാഡ ചന്ദ്രശേഖർ പോലീസ് മേധാവി ആകുമ്പോൾ 94 വെടിവെപ്പിൻ്റെ ഇല്ലാത്ത ഉത്തരവാദിത്വത്തിൻ്റെ പേരിൽ എന്തിന് അദ്ദേഹത്തെ വേട്ടയാടണം എന്ന ചോദ്യം അതീവ പ്രസക്തമാണ്. അങ്ങനെ വേട്ടയാടുന്നത്, അതാണ് പ്രധാനം. അങ്ങനെ വേട്ടയാടുന്നത് ചില കേന്ദ്രങ്ങളുടെ നിരാശയിൽ നിന്നുണ്ടായ തീരുമാനമാണ്. അത് MR അജിത് കുമാറിനെ DGP ആക്കും എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ആക്കിയില്ല പിണറായി വിജയൻ എന്നതിൽ ഖേദിക്കുന്നവർ ഒരു വശത്ത്, ഖേദിക്കുന്നവർ ഒരു വശത്ത്. അവരുടെ ചില വൈകാരികമായ
പ്രതികരണങ്ങൾ നേരിട്ടല്ലാതെ വന്നുകൊണ്ടിരിക്കുകയാണ്. അവർ ചില ആളുകളെ ഇളക്കി വിടുന്നുണ്ടാവാം. പുതിയ DGP ആയി രവാഡ ചന്ദ്രശേഖർ ഇരുന്നുകൂടാ എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടാവാം. മറുവശത്ത് സംസ്ഥാന പോലീസ് എന്ന് പറയുന്നത് തങ്ങളിൽ ചിലരുടെ കൈകൾ തന്നെ എല്ലാ കാലത്തും നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ചിലരെങ്കിലും പാർട്ടിക്ക് പുറത്ത് അധികാര കേന്ദ്രങ്ങളായി വളരാൻ ആഗ്രഹിക്കുന്നുണ്ടാവാം. അവർക്ക് രവാഡ ചന്ദ്രശേഖർ ഒരു പ്രാപ്യനായ, സ്വീകാര്യനായ എന്ന വാക്കല്ല, പ്രാപ്യനായ ഉദ്യോഗസ്ഥനായിരിക്കില്ല. അങ്ങനെ നമുക്ക് നേരിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നതും നേരിട്ട് മനസ്സിലാക്കാൻ പാടുള്ളതുമായ പല പല അന്തർധാര ഉൾക്കൊള്ളുന്ന വിമർശനങ്ങളാണ് സോഷ്യൽ മീഡിയയിലും പുറത്തും വന്നുകൊണ്ടിരിക്കുന്നത്. അതിനെയൊക്കെ മറികടക്കുന്ന രാഷ്ട്രീയമായും ഭരണപരമായുമുള്ള തീരുമാനത്തിൻ്റെ ഇച്ഛാശക്തിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ സർക്കാരും ഇന്നെടുത്തിരിക്കുന്നത്. അതാണ് പ്രധാനം. ആർജവമോടെ ഭരണപരമായ തൻ്റെ അടുത്തോടെ തീരുമാനങ്ങൾ എടുക്കേണ്ട സമയത്ത് എടുക്കുന്നു എന്നതാണ് ഏതു ഭരണാധികാരിയെയും അതീവ പ്രസക്തമായി ജനങ്ങളുടെ മുന്നിൽ തലയുയർത്തി നിൽക്കാൻ പ്രേരിപ്പിക്കുന്നത്, പ്രാപ്തനാക്കുന്നത്. അങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ട സന്ദർഭങ്ങളിലൊക്കെ എടുത്തു കാണിച്ച ഭരണാധികാരിയാണ് കഴിഞ്ഞ 9 വർഷം കേരളം ഭരിച്ച പിണറായി വിജയൻ എന്ന് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ എതിരാളികൾ പോലും സമ്മതിക്കും. രവാഡ ചന്ദ്രശേഖരനെ കൂത്തുപറമ്പ് വെടിവെപ്പിൻ്റെ പേരിൽ മാറ്റി നിർത്താതിരിക്കാനുള്ള ഉത്തരവാദിത്തം, ധാർമ്മിക ബോധം എന്നുകൂടി പറയേണ്ടി വരും. മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ സർക്കാരും കാണിച്ചത് തങ്ങൾ കൂത്തുപറമ്പ് വെടിവെപ്പിനെ അതിൻ്റെ ഉത്തരവാദിത്വം ചില ആളുകളുടെ മേൽ ഇല്ലാത്ത ഉത്തരവാദിത്വം അടിച്ചേൽപ്പിച്ചതിനെ വിസ്മരിക്കാൻ തങ്ങൾ തയ്യാറാണ് എന്ന കൃത്യമായ സൂചനയാണ്. ആ സൂചന ഉൾക്കൊള്ളാൻ രവാഡ ചന്ദ്രശേഖരനും ഉത്തരവാദിത്വമുണ്ട്, ബാധ്യതയുണ്ട്. ഒന്നുകൂടി പറയാം, 94 നവംബർ 25 കൂത്തുപറമ്പ് വെടിവെപ്പിനെ അതിൻ്റെ ഉത്തരവാദിത്വം ചുമത്തപ്പെട്ട ഉദ്യോഗസ്ഥരെ അവർ നിരപരാധികളാണെന്ന് കാലം അല്ലെങ്കിൽ കമ്മീഷൻ അല്ലെങ്കിൽ കോടതികൾ തെളിയിച്ച ശേഷം അവരോടുള്ള പകയെ മനസ്സിൽ കൊണ്ടു നടക്കാൻ ഈ സർക്കാരും ഈ പാർട്ടിക്ക് ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള വ്യക്തമായ സന്ദേശമാണ് മുഖ്യമന്ത്രിയും സർക്കാരും നൽകിയിരിക്കുന്നത്. അത് ഉൾക്കൊള്ളാനുള്ള ഉത്തരവാദിത്വം സംസ്ഥാന പോലീസ് മേധാവിയുടെ ചുമതലയിരിക്കുന്ന കാലത്തോളമെങ്കിലും രവാഡ ചന്ദ്രശേഖരനുമുണ്ട്. തങ്ങളെ വേട്ടയാടാൻ കാത്തു നിൽക്കുന്നവർ പല തലങ്ങളിലുള്ളവരാണ് എന്നും, എന്നാൽ അവരെയൊക്കെ മറികടക്കുന്ന രാഷ്ട്രീയ ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെൻറ് മുഖ്യമന്ത്രിയും സംരക്ഷിക്കാനുണ്ട് എന്നുമുള്ള ബോധ്യം DGP മുതൽ താഴെ എല്ലാ ലെവലിലുമുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് എപ്പോഴും ഉണ്ടാവാറുണ്ട്. പോലീസ് നിലവിട്ട് പെരുമാറുമ്പോൾ, പോലീസ് ജനവിരുദ്ധമാകുമ്പോൾ, കസ്റ്റഡി മരണങ്ങൾ ഉണ്ടാവുമ്പോൾ അത്തരം സംരക്ഷണം കിട്ടാതെ പോകുന്നത് തങ്ങൾ അവരെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടും അവർ തങ്ങളെ തിരിഞ്ഞുകുത്തി നീതി കാണിച്ചില്ല എന്ന ബോധ്യം ഭരണ നേതൃത്വത്തിനുണ്ടാകുമ്പോഴാണ്. രവാഡ ചന്ദ്രശേഖരന് ഈ സർക്കാരിനോട് മാത്രമല്ല കേരളത്തിലെ മുഴുവൻ ജനങ്ങളോടും നീതി കാണിക്കാനുള്ള തുല്യ ഉത്തരവാദിത്തമുണ്ട്. ആദ്യം പറഞ്ഞത് വേറെ രീതിയിൽ പറഞ്ഞാൽ സർക്കാരിനോട് മാത്രമല്ല ജനങ്ങളോട് മാത്രമല്ല സർക്കാരിനോടും അങ്ങോട്ടും ഇങ്ങോട്ടും തുല്യമായ ഉത്തരവാദിത്വം, നീതിബോധവും നീതിയും പുലർത്താനുള്ള ഉത്തരവാദിത്തമാണ് രവാഡ ചന്ദ്രശേഖരന് മേൽ മറ്റേത് പോലീസ് മേധാവി പോലും വന്ന് ഭവിച്ചിരിക്കുന്നത്. ആ ചുമതല ഏറ്റെടുക്കുന്നതിനിടയിൽ കൂത്തുപറമ്പ് വെടിവെപ്പോ ആരുടെയെങ്കിലും വിമർശനങ്ങളോ അകാരണമായ പിന്തുടർന്ന് ആക്രമിക്കലുകളോ രവാഡ ചന്ദ്രശേഖരനെ അലോസരപ്പെടുത്തേണ്ട കാര്യമില്ല. ഈ തീരുമാനത്തിൻ്റെ പേരിൽ സംസ്ഥാന സർക്കാരോ LDFനെ നയിക്കുന്ന പാർട്ടിയോ അതേപോലെ തന്നെ അലോസരപ്പെടുകയോ കുറ്റബോധത്തിൽ വീണുപോവുകയോ ചെയ്യേണ്ട കാര്യവുമില്ല. ഇത് ഈ സമയത്ത് ഈ ഘട്ടത്തിൽ ഏറ്റവും ശരിയായ തീരുമാനമാണ്. അത് കാലം തെളിയിക്കുക തന്നെ ചെയ്യും. നന്ദി, നമസ്കാരം.